ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണോ? എന്നിട്ടും ഒന്നിനു പുറകെ ഒന്നായി ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് എനിക്കിങ്ങനെയെന്ന് 1000 വട്ടം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. പ്രശസ്ത സുവിശേഷകനായ ബെന്നി ഹിൻ രോഗബാധിതനായപ്പോൾ അനേകം പേര് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ബെന്നിക്ക് സ്വയം സുഖപ്പെടുത്തുവാൻ ആകുന്നില്ല? ഇന്ന് നരകത്തിനു വേണ്ടി തീ തുപ്പുന്ന ചിലർ അതേ ചോദ്യം ഉന്നയിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് പട്ടായിലച്ചനും ഡാനിയലച്ചനും ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റാൻ പറ്റുന്നില്ല? ഇവരൊക്കെ വലിയ ധ്യാനഗുരുക്കന്മാരല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ രോഗം ഇവർക്ക് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റാത്തത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത്? എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്? പ്രിയമുള്ളവരെ, നാം പഠിക്കേണ്ട ഒരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. തോബിത്ത് നീതിമാനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുന്നു. ആദ്യം ജോലി പോയി, പിന്നെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. കുടുംബം പട്ടിണിയിലായപ്പോൾ ഭാര്യ ജോലിക്ക് പോയി കുടുംബം പുലർത്തുകയാണ്. ഒരു ദിനത്തിൽ തോബിത്തിൻ്റെ ഭാര്യ തിരികെ വരുമ്പോൾ കയ്യിലൊരു ആട്ടിൻകുട്ടിയുണ്ട്. ഉടനെ തോബിത്ത് ദൈവഭയത്താൽ പറഞ്ഞു, നീ ഇതിനെ മോഷ്ടിച്ചതാണെങ്കിൽ അതിനെ തിരികെ കൊടുക്കുക. അത് കേട്ട തോബിത്തിൻ്റെ ഭാര്യ അവനെ പരിഹസിക്കുകയാണ്. ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ പരിഹാസം ഏറ്റുവാങ്ങാൻ ഈ മനുഷ്യന് ഇടവരുന്നത്? നാം അറിയണം, പരിഹസിക്കപ്പെട്ട രാത്രിയിൽ തോബിത്ത് നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ ലോകദൃഷ്ടിയിൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാ, ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിന് വളരെ മുൻപേ തന്നെ ദൈവം പ്രാർത്ഥന സ്വീകരിക്കുന്നു എന്ന് നാം അറിയണം. അവനെ സഹായിക്കുവാൻ ദൈവം റഫായേൽ മാലാഖിയെ നിയോഗിച്ചു. ഇതിനോടൊപ്പം ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആ രാത്രി മറ്റൊരാൾ കൂടി പരിഹസിക്കപ്പെട്ടു. അതാരാണ്? സാറ എന്ന പെൺകുട്ടിയാണ്. അവസാനം നമുക്ക് മനസ്സിലാകുന്നു, വലിയ ഒരു ദൈവ പദ്ധതി പൂർത്തിയാകുവാൻ തോബിത്ത് ഈ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ടിയിരുന്നത് അനിവാര്യമാണ് എന്ന്. 2000 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തുവിനെ നോക്കി കുരിശിൽ നിന്നും ഇറങ്ങി വരുവാൻ പറഞ്ഞു പരിഹസിച്ച പടയാളികൾ അറിഞ്ഞില്ല ദൈവ പദ്ധതി എന്താണ് എന്നുള്ളത്. ഇന്ന് നീ സഹനത്തിലാണെങ്കിൽ ഭയപ്പെടരുത്. പരിഹസിക്കപ്പെടുന്ന സഹനാവസ്ഥകളെ ദൈവം കാണുന്നുണ്ടെന്നോർക്കുക. നിന്നെ സഹായിക്കാൻ ദൈവദൂതൻ പുറപ്പെടും. ജോബ് പരിഹസിക്കപ്പെട്ടപ്പോൾ ദൈവം ഇടപെട്ട സംഭവം നാം ബൈബിളിൽ കാണുന്നുണ്ട്. ദൈവ പദ്ധതിക്ക് കീഴ്വഴങ്ങി ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നാം ഓർക്കണം, ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹിതമല്ല, ദൈവപിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്നാണ്. സഹനങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ പതറരുത്, ദൈവത്തെ നിഷേധിക്കരുത്. കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നീ അറിയാത്ത വലിയ നന്മകൾ നിന്നെ കാത്തിരിക്കുന്നു. കൊച്ചു തോബിയാസ് ദൂതനൊപ്പം യാത്രയായപ്പോൾ പോലും അന്ന തോബിത്തിനെ കുറ്റം പറയുന്നു. കാരണം അവൾക്ക് ദൈവിക പദ്ധതി ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. പലപ്പോഴും ലോകം ദൈവിക പദ്ധതികളെ ഗ്രഹിക്കുന്നില്ല. അവസാനം അവരുടെ ജീവിതത്തിൽ വന്ന നന്മകളെപ്പറ്റി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നീതിമാനായ പൂർവ്വപിതാവ് ജോസഫ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യ ഒരു പക്ഷെ ചോദിച്ചു കാണും, നിന്റെ ദൈവം എവിടെ പോയി? എന്നാൽ ബൈബിൾ നമ്മോട് ദൈവത്തിൻ്റെ പദ്ധതി വ്യക്തമാക്കി തരുന്നു. ക്രിസ്തീയ ജീവിതം സഹനങ്ങളുള്ളതാണ്. പട്ടുമെത്തിയിൽ കൂടെ നടക്കുവാൻ ആരും ക്രിസ്ത്യാനിയാകരുത്. ക്രിസ്തു നമ്മോട് കുരിശു വഹിക്കുവാനാണ് ആഹ്വാനം ചെയ്തത്. ബൈബിളിലെ എല്ലാ മനുഷ്യരും സഹനങ്ങളിൽ കൂടെ കടന്നുപോയി. നാം സഹനങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കാരണം ദൈവം അവൻ്റെ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോൾ നീ സഹന നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകണമെന്നാണ് ദൈവഹിതമെങ്കിൽ ആശ്വസിപ്പിക്കുവാൻ ദൂതന്മാരെ അയക്കും. ഓർക്കുക, വിശ്വാസത്തോടെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കാതെ പോകുന്നില്ല. ഒരു പക്ഷേ ഇന്ന് പലരും നിങ്ങളെ നോക്കി ചോദിക്കാം, പ്രാർത്ഥനക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്നാ വിശേഷം? കണ്ടില്ലേ കഷ്ടപ്പാട്, ഇത് ദൈവശിക്ഷയാന്നേ.
ഇത് കേൾക്കുമ്പോൾ ക്രമേണ മനസ്സും അടുത്തു പോകും, നിരാശയിലാകും, ദൈവത്തെ സംശയിക്കും, സഹനങ്ങളിൽ പിറുപിറുക്കും. എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഇക്കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-5 തിരുവചനം ഇങ്ങനെയാ: ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശ ഉള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. കണ്ടോ, വചനം പറയുന്നത് എന്താണ്? അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. അതുകൊണ്ട് ജീവിത പങ്കാളിയിൽ നിന്നോ, മക്കളിൽ നിന്നോ, കൂടപ്പിറപ്പുകളിൽ നിന്നോ, അയൽക്കാരിൽ നിന്നോ, സുഹൃത്തുക്കളിൽ നിന്നോ, എന്തിന് മാതാപിതാക്കളിൽ നിന്നോ പോലും തിക്താനുഭവങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ പതറരുത്. പകരം ഈ സഹനം സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ എന്ന് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിത സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വേദന നിറഞ്ഞ ദിനങ്ങളിൽ അവിടുത്തെ ദൂതന്മാർ ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സഹനത്തിൻ്റെ നാളുകൾക്ക് ശേഷം ദൈവികമായ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ആമേൻ.